ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തയ്ക്കാൻ പോകുന്നത് സ്മോൾ സൈസ് ഗൗണാണ്. അപ്പോൾ ഇതിന് വേണ്ടത് 3 മീറ്റർ തുണിയാണ്. മീഡിയം, ലാർജ്, എക്സലൊക്കെ തയ്ക്കാൻ വേണ്ടി 3.5-4 മീറ്റർ വേണ്ടി വരും. ഇത് നമുക്ക് സ്കേർട്ട് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആദ്യം നീളം എത്രയാണെന്ന് നോക്കി അളന്നെടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. സ്കേർട്ടിന് മാത്രം 1.25 മീറ്ററാണ് ഇവിടെ ആവശ്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് നേരെ പകുതിയായി മടക്കാം. മടക്കിയതിന് ശേഷം ഒരു കോർണറിൽ നിന്ന് ക്രോസായി മടക്കി വെക്കാം. ഇതുപോലെ. ഭാഗത്തൊന്ന് പിന്നെ ഇത് വെക്കാം. അപ്പം നമുക്ക് മെഷർമെൻ്റ് എടുക്കാനും കട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. വേസ്റ്റ് അളവാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. എനിക്കിപ്പോൾ 7.5 ഇഞ്ചാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഒരു കോർണറിൽ നിന്ന് താഴോട്ടേക്ക് 10.25 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ എല്ലാ ഭാഗത്തോട്ടും മാർക്ക് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് പോലും കൂടാതെ ഒരേ ഇതിൽ അളന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. ഇനി നീളം എത്രയാണോ അതും അതുപോലെ തന്നെ അളന്നെടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ ലെങ്ത്ത്. ഞാനിപ്പോൾ 35 എടുക്കുന്നത്. എല്ലാ ഭാഗത്തും ആ 35 തന്നെ അടയാളപ്പെടുത്തുക. സ്കേർട്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പീസ് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ട് ഒരു പീസ് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മടക്കി വെക്കാം. നീളം 15 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. വീതിയും ഷോൾഡറൊക്കെ അളന്ന് ആദ്യം തന്നെ എല്ലാ മെഷർമെൻറ്റൊക്കെ എടുത്ത് ഒരു പേപ്പറിൽ എഴുതി വെക്കാം. അപ്പം നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും. ഷോൾഡർ മൊത്തം 13.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി മടക്കി ഇതാണ് ഇങ്ങനെ കിട്ടും. അപ്പോൾ 6.25 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് മാർക്ക് ചെയ്തിടാം. ഇനി ഷോൾഡർ മാത്രം അളന്നെടുക്കുക. അത് 3.5 ഇഞ്ചാണ്. ബാക്കി വരുന്നതാണ് കഴുത്തിൻ്റെ അളവ്. ഷോൾഡറിൻ്റെ ഒരറ്റത്ത് നിന്ന് ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് 6 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്യാം. നെക്ക് ഇപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നില്ല. നെക്ക് ക്യാൻവാസ് വെച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ ക്യാൻവാസിലോട്ട് മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ ആം ഹോളിൻ്റെ അളവാണ്. 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതാ ഇതുപോലെ കർവ് ചെയ്ത് വരയ്ക്കും. ഫ്രണ്ട് പീസിന് 1/2 ഇഞ്ച് താഴ്ത്തി വരയ്ക്കണം. ബാക്ക് പീസിന് 1 ഇഞ്ചാണ് വരയ്ക്കേണ്ടത്. ഇതിപ്പോൾ കാണുന്നുണ്ടാവല്ലോ.
ഇതുപോലെയാണ് വരക്കേണ്ടത്. ഇതിലോട്ട് രണ്ടും മാർക്ക് ചെയ്ത് വെക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ പീസായി കട്ട് ചെയ്തെടുക്കാം. ചെസ്റ്റിൻ്റെ വീതി 9 ഇഞ്ചാണ്. അപ്പോൾ താഴോട്ടേക്ക് വേസ്റ്റിന് 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഒന്ന് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ മാർക്ക് ചെയ്യാം. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഫ്രണ്ട് പീസ് വെച്ച് തന്നെ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഫ്രണ്ട് പീസിൻ്റെ ആമോള് മാത്രം അറേഞ്ച് ഒന്ന് കുഴിച്ച് മുറിച്ചെടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് 19 ഇഞ്ചാണ് നീളം വേണ്ടത്. അപ്പോൾ 19 ഇഞ്ച് 2 പീസാണ് ഇത് എടുത്തിട്ടുള്ളത്. 2 സ്ലീവ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 2 മടക്കായി വെക്കാം. 19 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതുപോലെ വീതിയും അടയാളപ്പെടുത്തുക. 7 ഇഞ്ചാണ് വേണ്ടത്. താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ ഷോൾഡറിൻ്റെ അടുത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് ഇതന്നെ ഇതുപോലെ കർവ് ചെയ്ത് വരച്ചെടുക്കാം. ഇങ്ങനെ 3.5 ഇഞ്ച് 3 ഇഞ്ച് ആ ഒരു അളവിലെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവ് നമുക്ക് കിട്ടും. പിന്നെ 2 സ്ലീവിൻ്റെയും ഓരോ ഭാഗത്ത് 1/2 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കഴുത്തിന് വേണ്ടി ക്യാൻവാസിലേക്ക് നമുക്ക് അടയാളപ്പെടുത്തി വരച്ച് മുറിച്ചെടുക്കാം. ചെറിയൊരു പീസ് തുണിയെടുത്ത് ഈ ക്യാൻവാസ് അതിലോട്ട് വെച്ച് ഒന്ന് അയൺ ചെയ്ത് പിടിപ്പിക്കാം. ക്യാൻവാസിന് ടച്ച് ചെയ്യാതെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം. ക്യാൻവാസിൻ്റെ മുകളിൽ കൂടി പ്രസ് ചെയ്ത് തയ്ച്ച് നന്നായി അയൺ ചെയ്തെടുക്കാം.
തയ്ച്ച് പിടിപ്പിക്കാം. സ്ലീവിൻ്റെ അടിഭാഗം ചെറുതായി മടക്കി തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഒരു തയ്പ്പ് ആദ്യം കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് താഴോട്ടും കൂടി തയ്ച്ചു കൊടുക്കാം. കൈൻ്റെ അളവിനനുസരിച്ച് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് കയ്യിലോട്ട് അറ്റാച്ച് ചെയ്യാം. കഴുത്തിൻ്റെ പീസ് നമുക്ക് ഒന്നുകിൽ ഹെം ചെയ്യാം, അല്ലെങ്കിൽ തയ്ച്ചു കൊടുക്കാം. പിന്നെ ഒരു സൈഡ് മാത്രം കൈയോടുകൂടി കംപ്ലീറ്റ് തയ്ച്ചെടുക്കാം. ഒരു സൈഡ് തയ്ക്കണ്ട, അത് നമുക്ക് സ്കേർട്ട് പീസ് കൂടി വെച്ച് ഒരുമിച്ച് തയ്ച്ചെടുക്കാം. ഇനി ഈ സ്കേർട്ട് പീസ് ഈ ഭാഗത്ത് അടിഭാഗത്ത് തയ്ച്ചു കൊടുക്കാം. ഇനി അടുത്ത വശവും കൈയോടുകൂടി താഴ്ഭാഗം വരെ തയ്ച്ചെടുക്കാം. സ്കേർട്ടിൻ്റെ താഴത്ത് ഫ്രില്ല് വെച്ച് പിടിപ്പിക്കാനായി 4 ഇഞ്ച് വീതിയിലുള്ള തുണി കുറച്ച് കട്ട് ചെയ്തെടുക്കും. ചെയ്ത ഭാഗം മുഴുവനും പ്രസ് ചെയ്ത് തയ്ച്ചെടുക്കാം. അതുപോലെ അടിവശം തയ്ച്ചെടുക്കാം.